ജിയാങ് അവക്ക് മരുന്ന് വെച്ച് കൊടുത്തിട്ട് കഴുത്തിനൊന്ന് ചെറുതായിട്ട് ഊതി കൊടുക്കുന്നുണ്ട്. കഴുത്ത് പൊതുവേ ഒരു വീക്ക് സ്പോട്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവക്ക് കുറച്ച് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഇവരിങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്നത് യൂൻമി വന്ന് കാണുന്നുണ്ട്. ഹീറോനെ എങ്ങനെയെങ്കിലും മയക്കി പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് അപ്പോഴും അവൾ അവിടെ നിന്ന് ആലോചിക്കുന്നത്. ഇവിടെ ഹീറോയിൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ആനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അവക്ക് ആനിനോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും അവൻ തൻ്റെ കുട്ടി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ കൂളും കട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് യൂൻമി അടുക്കളയിലേക്ക് പോകുന്ന കാണുന്നു. ഇവക്ക് ഈ നേരത്തെ ഇവിടെ എന്താ പരിപാടി എന്ന് പറഞ്ഞ് ഹീറോയിൻ പോയി ഒളിഞ്ഞു നോക്കുമ്പം അവളെ ജ്യൂസിൽ എന്തോ കലക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു സീനൊക്കെ ഹീറോയിൻ കാണുന്നുണ്ട്. എന്തോ ഒന്ന് കലക്കിയിട്ട് യൂൻമി പുറത്തേക്ക് പോകുമ്പം ഹീറോയിൻ വന്ന് 2 ഗ്ലാസ് എടുത്ത് അതിൽ ജ്യൂസ് ഒഴിച്ച് അവളുടെ വക എന്തോ കലക്കുന്നുണ്ട്. ഒരാൾ കലക്കുന്നതേ കണ്ട് കൺഫ്യൂസ് ആയി നിൽക്കാണ്. അപ്പാണ് അടുത്ത ആൾ വന്ന് കലക്കി മറ്റേ ആൾ കലക്കി വെച്ചിരുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. ഇതൊന്നും അറിയാതെ യൂൻമിയും വന്ന് ആ ജ്യൂസ് എടുത്തിട്ട് ഹീറോയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു. എപ്പോഴത്തെ പോലെ സെഡ്യൂസ് ചെയ്യുന്ന കണക്ക് കുറച്ച് കുഴഞ്ഞൊഴിഞ്ഞാണ് സംസാരിക്കുന്നത്. ഹീറോ വലിയ കാര്യമാക്കുന്നില്ലെങ്കിലും നീ കുറച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറയുന്നുണ്ട്. കുടിക്കുകയെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ആ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും നോക്കിയിരിക്കുകയാണ്. ആ ജ്യൂസിൽ ഹീറോയിൻ കലക്കിയത് സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുടിച്ചതും അവള് ബോധം കിട്ടി വീഴുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്കും കുറച്ച് സമാധാനമാവുന്നതും കാര്യം മനസ്സിലാവുന്നതും. ജിയാങ് പുറത്തേക്ക് വരുമ്പം ഹീറോയിൻ അവിടെ ഉണ്ട്. അവളെ കണ്ടിട്ട് നീ ഒരു ബാഡ് ആയിട്ടുള്ള വുമൺ ആണ്. നീ നിന്റെ കൊച്ചിനെ തന്നെ ഇട്ടിട്ട് പോയി. ഇപ്പൊ എന്റെ കമ്പനി നശിക്കാൻ പോകുമ്പം നിനക്ക് സന്തോഷമല്ലേ? പക്ഷെ അത് നിനക്ക് വേണ്ടിയുള്ള എന്റെ ഗിഫ്റ്റ് ആയിരുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് പോലെ തന്നെ അതും ഇപ്പൊ പോവാൻ പോവാണ് എന്നൊക്കെ പുലമ്പുമ്പം അവക്കും ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്. പിന്നെ എന്തിനാ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ ചെയ്യുന്ന ഓരോ കാര്യവും അവളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന പോലെയാണുള്ളത്. പക്ഷെ പെട്ടെന്ന് അമ്പോന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് സംശയം കൊണ്ടാണ് അവൾ ചോദിക്കുന്നത്. ഹീറോ പെട്ടെന്ന് ബോധം വന്ന കണക്ക് എക്സ് വൈഫ് ആണെന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ സോറി എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ നിൽക്കുന്നിടത്ത് വേണ്ട ഞാൻ തന്നെ പോയി എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഹീറോ 2 ഗ്ലാസ്സിൽ ജ്യൂസ് എടുത്തോണ്ട് വരുന്നുണ്ട്. രണ്ടുപേരും കുറേശ്ശെ കുടിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഫുള്ള് കുടിച്ചു കഴിയുമ്പോഴേക്കും അവന് ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയാണ്. അവക്കും ഒരുമാതിരി ചൂടെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത് അത് എവിടെ നിന്നാണ് എടുത്തോണ്ട് വന്നതെന്ന്. ഹീറോ ഫ്രിഡ്ജിൽ പോയിട്ടാണ് അത് എടുത്തിട്ട് വന്നത്. അങ്ങനെ അന്ന് രാത്രി അവർ ഒരുമിച്ചാണ് കഴിയുന്നത്. അനിയത്തി സ്വന്തം നടക്കണമെന്ന് വിചാരിച്ച കാര്യം ചേച്ചിക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ ആദ്യം എണീക്കുന്നത് ഹീറോയിനാണ്. ഒരു നാനീൻ്റെ കൂടെ കടക്കാനും മാത്രം ഇവനെപ്പോഴും ഇത്ര ചീത്തയായത് എന്നാണ് ആലോചിക്കുന്നത്. അത് മാത്രമല്ല ഹീറോയുടെ ബോഡി കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയ കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ ഫോൺ അവിടെ ഉള്ളതായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് 5 കൊല്ലം മുന്നേ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ഫോൺ തന്നെയാണ്. ലോക്ക് ഓണാക്കി നോക്കുന്നുണ്ട്. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കിയിട്ട് എണീറ്റ് പോകുന്നുണ്ട്. ഹീറോ ഉറങ്ങുന്ന പോലെ നടിക്കുകയായിരുന്നു. അവള് പോയി കഴിയുമ്പോൾ തന്നെ കണ്ണു തുറക്കുന്നുണ്ട്. നീ എത്രത്തോളം അഭിനയിക്കൂന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാൻജിനായിട്ട് ഹീറോയിൻ ഹീറോയെ വിളിക്കുന്നുണ്ട്. നാൻജി വിളിച്ചത് പ്രകാരം ഹീറോയും അവരുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പം ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും കുറച്ച് ക്ലോസ് ആയിട്ടാണ് ഇരുന്ന് ഡോക്യുമെന്റ്സ് നോക്കുന്നത്. അത്ര ക്ലോസ് ഒന്നല്ല, ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് പൊസസീവ് ആവുന്ന കണക്കുള്ള ഒരു ക്ലോസ്നെസ്. അതും കണ്ട് ഇഷ്ടപ്പെടാതെ അവിടെ പോയിരിക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അവൾക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട് എന്ന്. ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ അതോറിറ്റി അവക്കായിരിക്കണം എന്ന് പറയുന്നു. അതേപോലെ വേറൊരു ഡിമാൻഡും കൂടെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്ക് ആ ഒരു ഡോക്യുമെന്റും കൊടുക്കുന്നുണ്ട്. ഓ അത്രേ ഉള്ളോ എന്നും പറഞ്ഞ് ഇവനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫയലിലെ ഗ്യാപ്പിലൂടെ ഇവര് കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് ഇഷ്ടപ്പെടാണ്ട് നേരെ എണീറ്റ് വന്ന് അവരുടെ നടുക്ക് തന്നെ ഫയൽ വെച്ച് ഒരുമാതിരി നിൽക്കുമ്പം ഫ്രണ്ട് എണീറ്റ് പോകുന്നുണ്ട്. ഹീറോ കണ്ടുപിടിച്ച കുറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. അത് ജസ്റ്റ് ഡ്രാഫ്റ്റ് ആണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല, ഫൈനലിൽ ശരിയാക്കിക്കോളുന്ന ഹീറോയിൻ. ആ ഓക്കെ എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പറയാം എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം ശരി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുള്ള രീതിക്കാണ് ഹീറോയിൻ നിൽക്കുന്നത്. എനിക്കെന്താ നോക്കി നിൽക്കുന്നേ എൻ്റെ കൂടെ വാദം പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. വാതിലിൻ്റെ അവിടെ എത്തിയിട്ടൊന്ന് നിന്ന് ഫ്രണ്ടിനെ നോക്കുമ്പം ഫ്രണ്ട് ഓൾറെഡി ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കൈ പിടിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട് നീ ക്ലൈൻറ്റിൻ്റെ കൂടെ വേണം നിൽക്കാനെന്ന്. നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ലേ? ഞങ്ങൾ ജനറേഷൻസ് ആയിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്നും പറഞ്ഞ് ഫ്രണ്ട് അവളെ പിടിച്ച് അടുത്തേക്ക് നിർത്തുന്നുണ്ട്. അതിൽ കൂടുതൽ ജിയാങ്ങിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലടാവുന്ന ഹീറോയിൻ. നീ അവൻ്റെ അടുത്ത് കൂടുതൽ കൈൻഡ് ആവുകയാണോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഇല്ല, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം ജിയാങ്ങിനെ കൊളാപ്സ് ആക്കലും അത് ഞാൻ തിരിച്ചെടുക്കലുമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സുകൊണ്ട് പറയുന്നതാണെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നല്ലോ ആനിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. അവൻ അന്വേഷിച്ചിട്ട് ആൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതാണ്, അതിനുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഹീറോയിൻ ഹീറോയുടെ ഫോണിൽ എന്തോ ചെയ്തിട്ട് ഫ്രണ്ടിന് അയച്ചു കൊടുത്തായിരുന്നല്ലോ. അതവൻ അന്ന് പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ക്രാക്ക് ചെയ്തിട്ട്
അവളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് മടിച്ച് മടിച്ച് നിൽക്കുവാണ്. ഹീറോയിൻ തന്നെ അതെടുത്ത് നോക്കുമ്പം 5 വർഷം മുന്നേ ഉള്ള യൂൻമീൻ്റെയും ഹീറോയുടെയും ചാറ്റാണ്. ജിയാങ് ഫാമിലിയിലെ എന്നെ കെട്ടുന്നത് തന്നെ അവളുടെ വലിയ ഭാഗ്യമാണ്. ഇത് കൂടുതൽ എന്താ വേണ്ടത്? അവൾ എൻ്റെ കുട്ടിക്ക് ജന്മം കൊടുക്കൽ മാത്രമേ ഉള്ളൂ. തെളിവുണ്ടാക്കി വേണം ഹീറോയിനെ ചവിട്ടി പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഹീറോ യാൻമിക്ക് മെസ്സേജ് അയച്ചതിനെ കൂട്ടുള്ള ഒരു ചാറ്റാണ് കാണുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. ഹീറോ പ്ലാൻ ചെയ്ത് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് മനസ്സിലാവുമ്പം ആ ദേഷ്യത്തിൽ നേരെ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഒരു ലോക്കർ തുറന്ന് നോക്കുമ്പം അതിൽ അവളുടെ ഡോക്യുമെന്റ്സ് ഉണ്ട്. മെയ് 20 നിനക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നമ്മുടെ മാരേജ് ഒന്നായിരുന്നു. നമ്മുടെ കുട്ടി ജനിച്ചതും മരിച്ചതും ഒന്നായിരുന്നു. നീ എന്നെ പുറത്താക്കിയതും അന്നേ ദിവസമാണ് എന്ന ദേഷ്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയോ അസിസ്റ്റന്റും വരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആനീൻ്റെ ബർത്ത്ഡേക്ക് ഹീറോയിൻ വന്നിട്ടില്ലെങ്കിൽ അത് ആഘോഷിക്കാൻ അവൻ സമ്മതിക്കത്തില്ല എന്ന് ഭയങ്കര വാശിയിലാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത്. ഹീറോയിൻ ഒളിച്ചിരുന്നെങ്കിലും അവളുടെ ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗം പുറത്ത് കാണാൻ പറ്റും. അവൾ ഉള്ളിലുള്ളത് മനസ്സിലാക്കിയിട്ട് ആദ്യം പറയുന്നുണ്ട് അവൾ എന്തായാലും വിളിക്കണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് ശരി അവളെ ഇപ്പോൾ വിളിച്ചു നോക്ക്, സമ്മതിക്കുകയാണെങ്കിൽ വരട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയെ അവിടുന്ന് പോകുന്നുണ്ട്. ആനിനെ കുറിച്ച് ആലോചിക്കാൻ ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് എന്തായാലും വരണം എന്നാണ് ഹീറോയിൻ ആലോചിക്കുന്നത്. ബർത്ത്ഡേ ആഘോഷത്തിനായിട്ട് അമ്മായിമ്മയും യൂൻമിയൊക്കെ വരുന്നുണ്ട്. യൂൻമി അവന് ഒരു ഗെയിമിംഗ് സെറ്റാണ് മേടിച്ചു കൊടുക്കുന്നത്. ഗെയിം കളിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് കൊച്ച്. അങ്ങനൊന്നും പറഞ്ഞൂടെ അവൻ, ഇത് മേടിക്കുക ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് യൂൻമി മേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട ഞാൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവളും അതേ ഗെയിമിംഗ് സെറ്റാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇവൻ അത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതാണെന്നും പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അത് കാണുന്ന യൂൻമിക്ക് വായിട്ടരിച്ചല്, മോനെ അത് തന്നെയാണ് എൻ്റെ അടുത്ത് ഉള്ളത്, ഇത് വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അതാ ആൻറ്റിയെ ഞാനും പറയുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ആൻറ്റി അത് കൊണ്ടുപോയിട്ട് വേറെ വല്ല പിള്ളേർക്കും കൊടുക്കുക എന്ന് പറയാണ്. അവള് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പം അമ്മായിയമ്മ ഹീറോയിൻ എന്തിനാ ഇവിടെ വന്നത്, ഇവളിവിടെ കയറാൻ പാടില്ല എന്നുള്ള രീതിക്ക് പ്രശ്നം ഉണ്ടാക്കുവാണ്. നീ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് യൂൻമിയും പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. ഗസ്റ്റ് ആണ് അവള്, അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുത്, എന്തായാലും ഇവിടെ വന്നതല്ലേ എന്ന് ഹീറോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യൂട്ട് ബോയ് അസിസ്റ്റന്റിന്റെ അടുത്ത് ഹീറോയും ഹീറോയിനും വേണം അവന്റെ കേക്ക് മുറിക്കാനെന്ന് പറയാണ്. മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മോനെ ഇങ്ങ് വാത പറഞ്ഞ് അടുത്ത് വിളിച്ച് അച്ഛനും അമ്മയും വേണം ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ. അതുകൊണ്ട് അച്ഛനും ആൻറ്റി യൂൻമിയാണ് കേക്ക് മുറിക്കേണ്ടത് കേട്ടോ എന്ന് പറയുമ്പം അതൊന്നും പറ്റത്തില്ലെന്ന് കൊച്ചിന് നല്ല വിവരമുണ്ട്. പോരാത്തന്നെ ഹീറോയ്ക്ക് താല്പര്യമുണ്ട്. അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. നീ വാ നമുക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ച് അവരെ കേക്ക് മുറിക്കാൻ പോകുമ്പം യൂൻമി വന്നിട്ട് ഹീറോയിന്റെ മേത്തേക്ക് വൈൻ എടുത്ത് ഒഴിക്കുകയാണ്. ഡ്രസ്സ് മൊത്തം നാശാവുന്നുണ്ട്. എനിക്ക് മാറാനൊരു ഡ്രസ്സ് തരാമോ എന്ന് ഹീറോയുടെ അടുത്താണ് ചോദിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇവിടെ സ്ത്രീകളൊന്നുമില്ല, അതുകൊണ്ട് ഡ്രസ്സൊന്നും ഉണ്ടാവത്തില്ലെന്ന് അമ്മായിയമ്മ. നിനക്ക് വേണമെങ്കിൽ ജോലിക്കാരിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും, എടുത്തു തരട്ടെ എന്ന് യൂൻമി. ഹീറോയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എൻ്റെ ഡ്രസ്സ് ഇടുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചു വന്നിട്ട് അവളെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഹീറോ പോവരുത് എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ട് പോയി ഇട്ടോ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. മടിച്ചാണ് അവൾ അകത്തേക്ക് കയറുന്നത്. അകത്ത് പോയി നോക്കുന്ന അവള് കാണുന്നത് അവരുടെ വെഡിങ് റിംഗ് ആണ്. 5 വർഷമായിട്ടും ഹീറോ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ആനിന്റെ ടോയ്സ് ഡ്രസ്സൊക്കെ ഉണ്ട്, അതും കുഞ്ഞിലേ മുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ അന്ന ചെറുപ്പത്തിലെ ദത്തെടുത്തോന്നാണ് ആലോചിച്ച് വെക്കുന്നത്. അപ്പോഴാണ് അവള് കാണുന്നത് ബെഡില് അവളുടെ വെഡിങ് ഡ്രസ്സ് ഉള്ളത്. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നുള്ള രീതിക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവള് ഡ്രസ്സ് മാറാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നിന്റെ അടുത്ത് ആരാ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് വരുന്ന ഹീറോ പെട്ടെന്ന് ഇവള് ഡ്രസ്സ് മറന്നുണ്ടതും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊന്നും അവക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. ആനിനെ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതിന് ഹീറോ റിപ്ലൈ കൊടുക്കുമ്പോഴേക്കും അസിസ്റ്റന്റ് ആനിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സൗണ്ട് കേട്ടത് അവർ രണ്ടും കൂടെ മാറിപ്പോയി ഒളിഞ്ഞിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഹീറോയിൻ. ഇതാ നോക്കു വെച്ചാൽ നിനക്ക് അവനെ അറിയത്തില്ല, അവൻ വല്ലോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് മൊത്തം പാട്ടായിരിക്കും, വെറുതെ എന്തിനാണ് ഓരോ പ്രശ്നത്തിൽ പോയി ചാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ആനിനെ അഡോപ്റ്റ് ചെയ്തതിനെ കുറിച്ച്. അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമ്പം അതെന്തിനാ ഞാൻ നിന്നെ കാണിക്കുന്നത് എന്ന് ഹീറോ. അവൻ എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്, പിന്നെ എനിക്ക് അറിയണ്ടേന്ന് അവള്. അത് കൊള്ളാം, ആൻ ഞങ്ങളുടെ നാനീനെ വരെ അങ്ങനെയാ വിളിക്കുന്നത്, പിന്നെ നിന്നെ വിളിക്കുന്നതിൽ എന്ത് ഇത്ര അത്ഭുതം എന്ന് ആക്കി വിടുമ്പം ഹീൽസ് വെച്ചിട്ട് തന്നെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അസിസ്റ്റന്റ് റൂമിൽ വന്ന് നോക്കി കൊച്ചില്ലാന്ന് മനസ്സിലാകുമ്പോൾ അവിടെ നിന്ന് പോകുന്നു. അസിസ്റ്റന്റ് പോകുന്നേ നോക്കിക്കഴിഞ്ഞ് ഹീറോയിനെ നോക്കുമ്പം അവനൊരുമാതിരി താഴേക്ക് നോക്കിക്കാണ്. അവൾ ഓൾറെഡി ഡ്രസ്സ് അഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഇറക്കത്തിലാണ് കിടക്കുന്നത്. അങ്ങോട്ടേക്കാ നോക്കുന്നേന്ന് വിചാരിച്ച് അങ്ങ് തള്ളി വിടുന്നുണ്ട്. പക്ഷെ പാവം മൂക്കിന്ന് ബ്ലഡ് വന്നിട്ട് അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത്, കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫെയർ ഉള്ള പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോന്നു. ഹാളിലേക്ക് വരുമ്പം യൂൻമി അമ്മായിമ്മേൻ്റെ അടുത്ത്
ഹീറോയിൻ വന്നോണ്ടാണ് ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല എന്ന് ഏരിയേറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ നോക്ക്, ഒന്നെങ്കിലേ ഞാന് ഇല്ലെങ്കിൽ അവള്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആരെ വേണമെന്ന് നീ തീരുമാനിച്ചോന്ന് പറയുമ്പം ഇങ്ങനത്തെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് ഹീറോ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവള് വെഡിങ് ഡ്രസ്സിൽ വരുന്ന കണ്ടിട്ടാണോ അതോ ഭയങ്കര ഭംഗിയായിട്ടുള്ളതുകൊണ്ടാണോ എന്തോ ഹീറോ പിന്നെയും വാ വിളിച്ച് നോക്കുന്നുണ്ട്. കൊച്ചു ഭയങ്കര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് അവളെ പോയി കെട്ടിപ്പിടിക്കുന്നു. അമ്മായിമ്മയും യൂൻമിയും ദേഷ്യത്തിൽ വന്നു. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവിടാൻ വേണ്ടിയിട്ടും അസിസ്റ്റന്റും പുറകെ പോകുന്നുണ്ട്. അവരെന്തായാലും പോയി ബാ നമുക്ക് കേക്ക് മുറിക്കാന്നും പറഞ്ഞ് ഹീറോ അവരെയും കൂട്ടി കേക്ക് മുറിക്കുന്നു. അവൻ്റെ അടുത്ത് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ വിഷ് ചെയ്തതെന്ന് ചോദിക്കുമ്പം അവൻ പ്രാർത്ഥിച്ചത് ഹീറോയിന്റെ കൂടെ ഒരു ദിവസം ഫുള്ള് കളിക്കണം എന്നായിരുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ഒരുപാട് ടൈം കളിക്കുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പം ഇപ്പം നിനക്ക് കുളിക്കണമെന്ന് അച്ഛൻ, അതൊന്നും പറ്റില്ല എനിക്ക് കുറച്ചു നേരം കൂടെ കളിക്കണമെന്ന് കൊച്ച്, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി അതുകൊണ്ട് വീട്ടിൽ പോകണമെന്ന് ഹീറോയിൻ, അതൊന്നും വേണ്ട ഇന്ന് ഇവിടെ തന്നെ കടന്നാൽ മതിയെന്ന് കൊച്ച്, അവൻ്റെ ബർത്ത്ഡേ അല്ലേ സമ്മതിച്ചേക്കെന്ന് ഹീറോ. ശരിയെന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. ഹീറോയും ഹാപ്പി ആയിട്ട് ചിരിച്ചാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. കൊച്ചു നടുക്ക് കിടന്നിട്ട് ഹീറോയിൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സിൻഡ്രല്ല സ്റ്റോറിയാണ് പറയുന്നത്. സിൻഡ്രല്ല അവരെ വിട്ടുപോയെന്നും കുട്ടികൾ പ്രിൻസിന്റെ കൂടെ നന്നായിട്ട് ഹാപ്പി ആയിട്ടാണ് പിന്നെ ജീവിച്ചതെന്നും പറഞ്ഞു തീർക്കുമ്പം അവരുടെ രണ്ടുപേരുടെയും കൈ കൂട്ടി പിടിച്ചിട്ട് അച്ഛാ അമ്മേനെ വിടരുത്, സിൻഡ്രല്ല പോയത് കണക്ക് അമ്മേനെ പോകാൻ വിടരുത്, ചേർത്ത് പിടിച്ചോണേ എന്ന് പറയാണ്. ഇപ്രാവശ്യം അമ്മേനെ എവിടെയും പോകാൻ വിടത്തില്ല എന്ന് ഹീറോയും കൊച്ചിനെ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കൊച്ചുറങ്ങുന്നുണ്ട്. ഹീറോയിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും കൈ പിടിച്ചേക്കുന്നത് ക്ലോസപ്പിലൊന്ന് കാണിക്കുന്നു. ഇങ്ങനെയാണ് എപ്പിസോഡ് കഴിയുന്നത്.